പ്രിയ ശാലോം പ്രേക്ഷകരെ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് അല്പനേരത്തെ ധ്യാനചിന്തയ്ക്ക് വേണ്ടി നാം തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം, അതിൻ്റെ 12-ാം അധ്യായം 49, 50 തിരുവചനങ്ങളാണ്. വചനം ഇങ്ങനെയാണ്: ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു, എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു? എങ്കിലും എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. പ്രിയ സഹോദരങ്ങളെ, കാലത്തിന്റെ അടയാളങ്ങൾ എന്ന പേരിലാണ് വിശുദ്ധ വേദപുസ്തക പണ്ഡിതന്മാർ ഈ വേദഭാഗത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായത്തിലും ഇതിനോട് സമാനമായ തിരുവചന ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ക്രിസ്തു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: സമാധാനത്തിന്റെ ദൗത്യവുമായി, സമാധാനത്തിന്റെ സന്ദേശവുമായി ഭൂമിയിലേക്ക് കടന്നു വന്ന യേശു ഇവിടെ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു ശൈലിയിൽ നമ്മളോട് പറയുകയാണ്: ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു, എന്നല്ലാതെ മറ്റെന്ത് ഞാൻ ഇച്ഛിക്കേണ്ടു? എങ്കിലും എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇവിടെ യേശു ജോർദാനിൽ ഒരു സ്നാനമേറ്റതിനെ കുറിച്ച് നമുക്കറിയാം. അതല്ലാതെ മറ്റേതൊരു സ്നാനമാണ് യേശുവിന് ഏൽക്കാനുള്ളത്? ഒന്നാമത് നമ്മളെ ചിന്താക്കുഴപ്പത്തിലാക്കുന്ന ഒരു വേദഭാഗമാണ് ഇത്. രണ്ടാമതായി യേശു പറയുന്നു, യേശു ഇവിടെ നമ്മളോട് പറയുകയാണ്: ഞാൻ ഭൂമിയിൽ തീയിടാൻ വേണ്ടിയാണ് വന്നത്, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സമാധാനത്തിന്റെ ദൗത്യവുമായി, സമാധാനത്തിന്റെ സന്ദേശവുമായി ഭൂമിയിലേക്ക് കടന്നു വന്ന യേശു അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി നമ്മളോടിവിടെ സൂചിപ്പിക്കുകയാണ്: ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ എന്താണ് യേശു ഇവിടെ ഭൂമിക്ക് തീയിടുവാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അന്തസത്ത? പ്രിയപ്പെട്ടവരെ, ഇത് പൊതുവായ ഒരു വേദപുസ്തക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഈ വേദഭാഗത്തെ കാണുവാനെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമതായി നമ്മൾ കരുതേണ്ടതുണ്ട്, വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ തീയെക്കുറിച്ച്, അഗ്നിയെക്കുറിച്ചുള്ള സൂചനകൾ എന്തെല്ലാമാണ്? നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒത്തിരി വേദഭാഗങ്ങളുണ്ടല്ലോ. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം അതിൻ്റെ 19-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, പാപം പെരുകിയ സോദോമിന്റെയും ഗോമോറയുടെയും ചരിത്രം നമുക്കറിയാം. അവിടെ പാപം വർദ്ധിക്കാനിട വരുന്നു. അതുകൊണ്ട് തന്നെ അത് ദൈവശിക്ഷയ്ക്ക് കാരണമായി സോദോമിലും ഗോമോറയും അഗ്നി ഇറങ്ങി, പാപം പെരുകുന്നിടത്ത് അഗ്നി ഇറങ്ങി ഈ പ്രദേശം നശിക്കാനിട വരുന്നു. പാപം പെരുകുന്നിടത്ത് അഗ്നി വർഷിക്കാനിട വരുന്നു. ഇത് പഴയ നിയമത്തിൽ കാണുന്ന ഒരു വേദപുസ്തക സങ്കല്പമാണ്. പിന്നെ രണ്ടാമത് നമുക്ക് വേദപുസ്തകത്തിൽ ഇങ്ങനെ അഗ്നിയുമായി ബന്ധപ്പെട്ട് പഴയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒത്തിരി സൂചനകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ രണ്ടാമത്, പ്രിയപ്പെട്ടവരെ, എല്ലാം പരിശോധിക്കുക എന്നുള്ളതല്ല നമ്മൾ അർത്ഥമാക്കുക. രണ്ടാമത് നമ്മൾ കാണുന്നുണ്ട്, അധർമ്മികളെ അഗ്നി അയച്ച് നശിപ്പിക്കുന്ന കർത്താവിന്റെ ഒരു ചിത്രം നമ്മൾ ആമോസിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആമോസിന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 4-7 വചനത്തിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നുണ്ട്, ആരാം രാജ്യത്തെ രാജാവായിരുന്നു ഹസായേല് മുമ്പ് ഇരുന്ന രാജാവിനെ വധിച്ചതിന് ശേഷം തീർത്തും അധർമ്മമായ ഒരു മാർഗത്തിലൂടെയാണ് താൻ രാജാധികാരം ഏറ്റുവാങ്ങുന്നതും രാജാധികാരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ ഹസായേലിന്റെ ഈ അധർമ്മത്തിന്റെ മുമ്പിൽ ശരിക്ക് അധർമ്മികളെ അഗ്നി അയച്ച് നശിപ്പിക്കുന്നതായി, കർത്താവ് അഗ്നി അയച്ച് നശിപ്പിക്കുന്നതായി ആമോസിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു സൂചന, മൂന്നാമത് നമുക്ക് കാണാവുന്ന മറ്റൊരു സൂചനയാണ് തന്നെ ബന്ധിക്കാൻ വന്ന സൈന്യ സമൂഹത്തെ. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. തന്നെ ബന്ധിക്കാൻ വന്ന സൈന്യ സമൂഹത്തെ ഏലിയ അഗ്നി ഇറക്കി ദഹിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്. ഇങ്ങനെ വേദപുസ്തകത്തിന്റെ പഴയ നിയമത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ദൈവത്തിന്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ടാണ് അഗ്നിയെ വർഷിക്കപ്പെടുന്ന സംഭവത്തെ നമ്മൾ കാണുക. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ട് തന്നെ ഈ അഗ്നി എന്നുള്ളത് ദൈവത്തിന്റെ ശിക്ഷയുടെ പ്രതിഫലനമായിട്ടാണ് നമ്മൾ പലപ്പോഴും വായിച്ചെടുക്കുക. ഇത് നമ്മൾ മാത്രം വായിച്ചെടുക്കുകയല്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാമല്ലോ, സുവിശേഷത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ യേശു ശമര്യയിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ശമര്യക്കാരെ യേശുവിനെ വേണ്ട വിധം സ്വീകരിക്കുന്നില്ല. ഇങ്ങനെ സ്വീകരിക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ ശിഷ്യന്മാർ പോലും എന്താണ് അവനോട് ചോദിക്കുക? ശമര്യക്കാരെ അഗ്നി ഇറക്കി ദഹിപ്പിക്കാൻ അനുവാദം ചോദിക്കുകയാണ് യോഹന്നാനും യാക്കോബും കൂടി.
ഉടനെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ നോക്കുക, യാക്കോബും യോഹന്നാനും ശമരിയക്കാരെ അഗ്നി ഇറക്കി ദഹിപ്പിക്കാൻ അനുവാദം ചോദിച്ചു കഴിയുമ്പോൾ കർത്താവ് അതിന് പറയുന്ന മറുപടി വളരെ പ്രാധാന്യമർഹിക്കുന്നതാണെന്നാണ് ഞാൻ കരുതുക. കർത്താവ് അവരോട് ചോദിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്: ആകാശത്തു നിന്ന് തീയിറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ച് എന്നിട്ടാണ് അവരോട് ചോദിക്കുക, നിങ്ങൾ ഏതാത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നോക്കുക, നിങ്ങൾ ഏതാത്മാവിലാണ് ഇത് സംസാരിക്കുന്നത് എന്ന് തന്നെയാണ്. അപ്പോൾ അഗ്നി ഇറക്കിയുള്ള ഒരു ശിക്ഷാവിധിയുടെ വേദശാസ്ത്രത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ അഗ്നി ഇറക്കിയുള്ള ഒരു ശിക്ഷാവിധിയെക്കുറിച്ചല്ല പുതിയ നിയമത്തിൽ തീർച്ചയായും യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും യേശു നമ്മളെ പഠിപ്പിക്കുന്നതും. ശിഷ്യന്മാർ പോലും അങ്ങനെ തെറ്റിദ്ധരിക്കാൻ ഇടവന്നുവെങ്കിൽ പോലും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ധ്യാനിക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ ഒരു ബോധ്യം. നമ്മൾക്ക് ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ആരാധിക്കാൻ നമുക്ക് കഴിയുമോ? എപ്പോഴും വളരെ പരുഷനായ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററെ പോലെ കയ്യിൽ ചുഴറ്റുന്ന ഒരു ചൂരൽ വടിയുമായി വളരെ നിസ്സംഗതയോടുകൂടി ഒരു വികാര സ്പർശവുമില്ലാതെ കുഞ്ഞുങ്ങളെ സമീപിക്കുന്ന ഒരു അധ്യാപകനോടുള്ള കുഞ്ഞുങ്ങളുടെ സമീപനം എന്തായിരിക്കും? അതുകൊണ്ട് ഒരു നിർദ്ദയനായ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററെ പോലെ, അല്ലെങ്കിൽ ചൂരവടിയുമായി ചുഴറ്റി നടക്കുന്ന ഒരു അധ്യാപകനെ പോലെ, അത്തരത്തിലാണോ നമ്മളുടെയുമുള്ള ദൈവസങ്കല്പം? തീർച്ചയായും നമ്മൾ അത് തിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ഒരിക്കലും നമുക്ക് ആരാധിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ തിരിച്ചറിയണം, യേശു മുന്നോട്ട് വയ്ക്കുന്ന ദൈവരാജ്യ സങ്കല്പം, പ്രിയപ്പെട്ടവരെ, അത് തീർച്ചയായും ദൈവം സൗജന്യമായി വെച്ച് നീട്ടുന്ന സ്നേഹത്തെയാണ് യേശു ദൈവരാജ്യം എന്ന് വിശേഷിപ്പിക്കുക. എല്ലാവരും അതിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു, എല്ലാവരും അതിലേക്ക്. പാപികളെ യേശു പറയുന്നുണ്ടല്ലോ, പലപ്പോഴും നമ്മൾ പുതിയ നിയമം പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ഞാൻ പാപികളെ തേടിയാണ്, നീതിമാന്മാരെ തേടിയല്ല ഒരിക്കലും യേശു കടന്നു വന്നിട്ടുള്ളത്. ഞാൻ പാപികളെ തേടിയാണ്. പാപികളെ സ്വന്തം മക്കളായി സ്വീകരിക്കുന്ന സ്നേഹത്തിന്റെ സാമ്രാജ്യമാണ് യേശു മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ മാനസാന്തരവും വിശ്വാസവും പുതിയൊരു ജീവിതശൈലിക്ക് തുടക്കം കുറിക്കുന്നു. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ഇങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് യേശു വീണ്ടും അഗ്നിയെക്കുറിച്ച് ഇവിടെ പറയാൻ ഇടവരിക? ഭൂമിയിൽ ഒരു തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ വായിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക, തീർച്ചയായും ഇവിടെ പറയുന്നത് പഴയ നിയമത്തിൽ നിൽക്കുന്ന ഒരു സങ്കല്പത്തിന്റെ ഭാഗമായുള്ള, അല്ലെങ്കിൽ പഴയ നിയമ ദർശനത്തിന്റെ ഭാഗമായുള്ള ഒരു ശിക്ഷിക്കുന്ന ദൈവബോധത്തെക്കുറിച്ചല്ല യേശു ഇവിടെ സംസാരിക്കുക. പ്രിയപ്പെട്ടവരെ, യേശു മുന്നോട്ട് വയ്ക്കുന്ന അഗ്നി എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ തരുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിന്ന് വേണം നമ്മൾ ധ്യാനിക്കാനെന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തായിരിക്കണം യേശു ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്? നമ്മൾ ധ്യാന വിഷയമാക്കേണ്ടത്, നമ്മൾ ധ്യാനിക്കേണ്ടത് അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നു, ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ വരവിന് മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നത് എന്തു തന്നെയാണ്? എന്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും. പ്രിയപ്പെട്ടവരെ, കാണുക, പരിശുദ്ധാത്മാവാകുന്ന അഗ്നി, പരിശുദ്ധാത്മാവാകുന്ന അഗ്നി, ഈ അഗ്നിയെക്കുറിച്ചാണ് കർത്താവ് സൂചിപ്പിക്കുക എന്ന് വേണം നമ്മൾ വായിച്ചെടുക്കാൻ. ആ അർത്ഥത്തിലാണ് കർത്താവ് പറയുന്നത്, ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് യേശു രണ്ടാമത് തുടർന്ന് നമ്മളോട് പറയുക, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു, എങ്കിലും എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട്. അപ്പോൾ യേശുവിനെ ഏൽക്കാനുള്ള രണ്ടാമത്തെ സ്നാനം ഏതു തന്നെയാണ്? സഹനമെന്ന സ്നാനമാണ്. കുരിശിന്റെ സഹനത്തിന്റെ സ്നാനം സ്വീകരിച്ചു കഴിയുമ്പോഴാണ് പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഭൂമിയിൽ കത്തിപ്പടരുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ പോകുന്നത് നന്ന്, ഞാൻ പോകാതിരുന്നാൽ ആശ്വാസപ്രദൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോകാതിരുന്നാൽ, പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, തീർച്ചയായും യേശു ക്രൂശിന്റെ സഹന സ്നാനം സ്വീകരിക്കുന്നതിലൂടെയാണ്, അവൻ പീഡാസഹനങ്ങൾ ഏറ്റുവാങ്ങുന്നതിലൂടെയാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എന്നേക്കും നമ്മളെ നിയന്ത്രിക്കുന്നതിന്, എന്നേക്കും നമ്മളെ നയിക്കുന്നതിന്, എന്നേക്കും നമുക്ക് സഹായകനായിരിക്കുന്നതിന് വേണ്ടി നമുക്കിടയിലേക്ക് കടന്നു വരുന്നത്. ആ സ്നാനമാണ് യേശുവിന് വീണ്ടും സ്വീകരിക്കാനുള്ള രണ്ടാമത്തെ സ്നാനമെന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വില എന്ന് പറയുന്നത് യേശുവിന്റെ ക്രൂശുമരണത്തിന്റെ വിലയാണെന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ അഗ്നിയായി തന്നെ നമ്മൾ തിരിച്ചറിയണം. യേശുവിന്റെ ക്രൂശുമരണം മനുഷ്യകുലത്തിന്റെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എങ്കിൽ ആ ക്രൂശുമരണം
ജഡത്തിന്റെ വിലയാണ് നാം സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നമ്മളിൽ കത്തിപ്പടരുന്നതിലൂടെ നമ്മുടെ ജീവിത പരിസരങ്ങളെ, നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകളെ, നമ്മുടെ ജീവിത അവബോധങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്നതാണ് പരിശുദ്ധാത്മാവ്. അതാണ് യേശു ഇവിടെ സൂചിപ്പിക്കുക. ആ അർത്ഥത്തിലാണ് യേശു ഇവിടെ ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു എന്ന് തന്നെ സൂചിപ്പിക്കുക. നോക്കുക, നമ്മൾ കാണുന്നുണ്ടല്ലോ, യേശുവിന്റെ കൂടെ നടന്നതാണ് 3.5 വർഷം ശിഷ്യന്മാർ. ഈ 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർ അവരുടെ ഓരോ ഘട്ടത്തിലുമുള്ള പെരുമാറ്റങ്ങളെക്കുറിച്ചും ഓരോ ഘട്ടത്തിലുമുള്ള പ്രതികരണങ്ങളെക്കുറിച്ചും നമ്മൾ അറിയുന്നുണ്ട്. നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ടു, ശമര്യയിലൂടെ കടന്നു പോകുമ്പോൾ ശമര്യക്കാർ വേണ്ട വിധം യേശുവിനെ സ്വീകരിക്കാതിരുന്നപ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയാണ്? അഗ്നി ഇറക്കി നശിപ്പിക്കണമെന്ന് തന്നെയാണ്. നോക്കുക, അവരെ ശിക്ഷിക്കുന്ന ഒരു ദൈവബോധം തന്നെയാണ് അവരുടെ ഉള്ളിൽ ഉണ്ടാവുക. പക്ഷേ യേശു ക്രൂശിലേക്ക് നടന്നു കയറുന്നതിന് ശേഷം, അവൻ ക്രൂശ് എന്ന സ്നാനം സ്വീകരിച്ചതിന് ശേഷം, ക്രൂശിന്റെ സഹന സ്നാനത്തിന് ശേഷം അവർ സെഹിയോനൂട്ടുശാലയിൽ മാതാവിനോടൊപ്പം ഇവർ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൽ ഇവർ അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ എത്ര പെട്ടെന്നാണ് അവരുടെ ജീവിതങ്ങളെ തിരുത്തിക്കുറിച്ചത്! എത്ര പെട്ടെന്നാണ് അവരുടെ ജീവിതങ്ങൾ കണ്ടാൽ അറിയാത്ത വിധം മാറിപ്പോയത്! നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മളിവിടെ വായിക്കുന്നുണ്ടല്ലോ, അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ചിത്രം ഇത് തന്നെയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നു, സെഹിയോനൂട്ടുശാലയിൽ ഇവരെല്ലാവരും കൂടി ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്ത് തന്നെയാണ്? അവരിയ്ക്കുന്ന മാളികയിലേക്ക് കൊടിയ കാറ്റടിക്കുന്നത് പോലെ വലിയ ശബ്ദം, വലിയ മുഴക്കമുണ്ടാകുന്നു. അതിനുശേഷം അഗ്നിനാവുകൾ പോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കടന്നു വന്നു. അഗ്നിനാവുകൾ പോലെ. അവിടെ പരിശുദ്ധാത്മാവിന്റെ കടന്നുവരവിനെ സൂചിപ്പിക്കുന്നതും അഗ്നിനാവുകൾ വർഷിക്കപ്പെടുന്നതിന് തുല്യമായി തന്നെയാണ്. അഗ്നിനാവുകളായി, അഗ്നിയായി അവരിലേക്ക് കത്തിപ്പടരുന്ന പരിശുദ്ധാത്മാവ്. നമ്മൾ ഇവിടെ ഒന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. നോക്കുക, അതുവരെ ഭയാതുരരായിരുന്ന, അവരിൽ തന്നെ ആശ്രയം വെച്ചിരുന്ന ഈ ശിഷ്യന്മാരുടെ ജീവിതം എത്ര പെട്ടെന്നാണ് മാറിമറിഞ്ഞത്! എത്ര പെട്ടെന്നാണ് തിരുത്തി കുറിക്കപ്പെട്ടത്! ഇതെങ്ങനെയാണ് കഴിഞ്ഞത്? അഗ്നിനാവുകളായി അവരുടെ ഉള്ളിലുള്ള ഭയത്തെ, അവരുടെ ഉള്ളിലുള്ള ആകുലതയെ എല്ലാത്തിനെയും കത്തിച്ചാമ്പലാക്കുന്ന പരിശുദ്ധാത്മാവ്, ആ അഗ്നി അവരിലേക്ക് വർഷിക്കപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിത പരിസരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നാം ജീവിച്ചിരിക്കുന്ന ജീവിതത്തിന്റെ പരിസരങ്ങൾ എന്തുമാകട്ടെ, ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ എന്തുമാകട്ടെ, ആ ജീവിതത്തെ നമ്മൾ നോക്കി നിൽക്കെ തന്നെ നമുക്ക് പോലും തിരിച്ചറിയാനാവാത്ത വിധത്തിൽ പുതുക്കിയെടുക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അതിനാദ്യം തന്നെ സംഭവിക്കുക എന്താണ്? നമ്മളിലുള്ള ഞാൻ എന്ന ഭാവം ഉടഞ്ഞു പോകുന്നു. ഞാൻ എന്ന ഭാവത്തെ ഉടച്ചു കളയുന്നു. ശിഷ്യന്മാരുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ എന്നിലുള്ള ഞാൻ എന്ന അഹം കത്തിച്ചാമ്പലാകുന്ന ഈ അഗ്നി ഈ ലോകം മുഴുവൻ കത്തിപ്പടർന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. യേശു സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ഒന്നാമത് നാം കരുതേണ്ട ഒരു ചിന്തയും അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ എന്ന അഹംബോധമല്ലേ ഇന്ന് എൻ്റെ ഭവനത്തിലുള്ള, ഞാൻ എൻ്റെ തൊഴിൽ മേഖലയിലുള്ള, അല്ലെങ്കിൽ എൻ്റെ ജീവിത പരിസരങ്ങളിൽ നിന്ന് സൃഷ്ടിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും ഒരുപക്ഷെ കാരണങ്ങളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിച്ചെല്ലുന്നുവെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും, എൻ്റെ ഉള്ളിൽ ഈ ഞാൻ എന്ന ഈഗോ അല്ലെങ്കിൽ ഞാൻ എന്ന അഹംബോധം എത്രമാത്രം ഉയർന്നു നിൽക്കുന്നു. അതിൻ്റെ പ്രതിഫലനങ്ങളും പ്രതികരണങ്ങളുമല്ലേ ചുറ്റും സംഭവിക്കുന്നതെല്ലാം. നമ്മൾ അങ്ങനെ കൂടി ഒന്ന് കാണേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുക. അതുകൊണ്ട് തന്നെ നമ്മളെ നിയന്ത്രണം വയ്ക്കുന്ന, നമ്മളെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മളിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. ഇതിന് ഒന്നാമതായി വേണ്ടത് പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരിൽ സംഭവിച്ചതുപോലെ തന്നെ ഈ ഞാനെന്ന മൺകുടമുടയണം. നമ്മളുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് കടന്നു വരണമെന്നുണ്ടെങ്കിൽ സംഭവിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്. ഞാനെന്ന മൺകുടമുടയുക. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഒരു ചിത്രമുണ്ടല്ലോ, ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഗിദയോനാണ്. ഇസ്രായേലിനെ നയിക്കുന്നതിന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഗിദയോനെയാണ് വിളിച്ചു വേർതിരിക്കുക. അപ്പോൾ ഗിദയോൻ ഭയാതുരനാണ്, അവൻ ഭയം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നവനാണ്. പക്ഷേ അവന്റെ വിശ്വസ്തതയൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം അമലോക്യരും മിദ്യാനരും കൂടി ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് കടന്നു വരുമ്പോൾ അവിടെ ഗിദയോൻ സ്വീകരിക്കുന്ന ഒരു യുദ്ധതന്ത്രം നമ്മൾ വായിച്ചെടുക്കേണ്ടതാണെന്നാണ് ഞാൻ കരുതുക. അവിടെ നോക്കുക, ഗിദയോൻ തന്റെ കൂടെ പോരുന്ന സൈന്യ സമൂഹത്തിന് മുഴുവൻ കൊടുക്കുന്നത് ഒരു മൺകുടം കൊടുക്കുന്നു. എന്നിട്ടൊരു പന്തം കത്തിച്ചു പിടിച്ച് ഈ പന്തം മൺകുടത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് മിദ്യാനരുടെയും അമലോക്യരുടെയും പാളയത്തിന് നേരെ പാഞ്ഞെടുക്കുന്നത്. എന്നിട്ട് പാളയത്തിനടുത്തെത്തിക്കഴിയുമ്പോൾ ഈ മൺകുടം എറിഞ്ഞുടയ്ക്കുകയും പന്തം ഉയർത്തിപ്പിടിക്കുകയും അഗ്നി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ നോക്കുക,
പരിശുദ്ധാത്മാവ് നമുക്ക് ചുറ്റും നമ്മളെ പ്രലോഭിപ്പിക്കുന്ന, നമുക്കെതിരെ യുദ്ധം ചെയ്യുന്ന, നമുക്കെതിരെ പോരാട്ടമുള്ള തിന്മയുടെ ശക്തികൾ ഒത്തിരിയുണ്ട്. ഈ തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടണമെന്നുണ്ടെങ്കിൽ ഞാനെന്ന മൺകുടമുടയുകയും ഈ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി അതെന്നിൽ കത്തിപ്പടരുകയും ചെയ്യണം. അപ്പോഴാണ് യഹോവയ്ക്ക് വേണ്ടി യുദ്ധം എന്ന് പറഞ്ഞ് ഞാനെന്ന അഹംബോധത്തെ ഉടച്ചുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുക. ഗിദെയോനും ചെയ്യുന്നത് ഇത് തന്നെയല്ലേ? ശിഷ്യന്മാരുടെ ജീവിതത്തിലും പിൽക്കാല ജീവിതത്തിൽ കാണുന്നത് അത് തന്നെയല്ലേ? നമ്മൾ അപ്പോസ്തല പ്രവർത്തനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, പെന്തക്കോസ്ത് മാളികയിൽ വെച്ച് ആത്മാഭിഷേകം സ്വീകരിച്ചതിന് ശേഷം അവരുടെ ജീവിതം എങ്ങനെയാണ് മാറിപ്പോയത്. അതുവരെ ഭയാതുരനായിരുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി എത്ര തീഷ്ണതയോടെയാണ് ഇവർ ലോകം മുഴുവൻ ഓടി നടന്നത്, ലോകത്തിൻ്റെ അതിരുകളോളം ഓടി നടന്നത്. എവിടെ നിന്നാണ് ഇവർക്ക് ഈ ശക്തി കൈവന്നത്? എവിടെ നിന്നാണ് ഇവർക്ക് ഈ ബലം കൈവന്നത്? നോക്കുക, ക്രിസ്തു കുരിശിലേക്ക് നടന്നു കയറുന്ന സമയത്ത് ക്രിസ്തുവിനോടൊപ്പം അനുയാത്ര ചെയ്യാൻ പോലും ആരും ഉണ്ടായിരുന്നില്ലെന്ന് കൂടി നമ്മൾ ഓർക്കണം. അവർ ഭയാതുരരായി അടച്ചിട്ട മുറിക്കുള്ളിലിരുന്നു എന്നാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുക. മാത്രമല്ല, ക്രിസ്തു ക്രൂശിലേക്ക് നടന്നു പോകുന്ന സമയത്ത് യോഹന്നാൻ അല്പം ദൂരെയായി അനുഗമിച്ചിരുന്നു എന്നാണ് വായിക്കുക. ഇങ്ങനെ ഭയം കൊണ്ട് വിറകൊണ്ടിരുന്നവർ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി ഈ ലോകം മുഴുവൻ കത്തിപ്പടരാൻ അവർക്ക് കഴിയുക? ഈ ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിർവഹിക്കാൻ അവർക്ക് കഴിയുക? വാളിൻ്റെ മുമ്പിൽ പോലും, കുരിശിൻ്റെ മുമ്പിൽ പോലും എങ്ങനെയാണ് സ്വജീവിതത്തെ ബലിയായി അർപ്പിക്കാൻ കഴിയുക? നോക്കുക, ഇതാണ് പരിശുദ്ധാത്മാവെന്ന അഗ്നി ഒരുവനിൽ സൃഷ്ടിക്കുന്ന രൂപാന്തരം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ടാണ് ക്രിസ്തു നമ്മളോട് ഇപ്രകാരം തന്നെ പറയുക, ഞാൻ ഭൂമിയിൽ തീയിടാൻ വേണ്ടി വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു, കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ വചനം കേൾക്കുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത്, നമ്മളും ധ്യാനിക്കേണ്ടത് ഇത് തന്നെയാണ്. ഈ അഗ്നി എന്നിലൊന്ന് കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു, ഈ അഗ്നി എന്നിലൊന്ന് കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു. ഈ അഗ്നി കത്തിപ്പടരുന്നുവെങ്കിൽ എൻ്റെ ജീവിത പരിസരങ്ങളെ, എൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളെ മുഴുവൻ എത്ര ഗുണപരമായി മാറ്റിത്തീർക്കുവാൻ, എത്ര ദൈവാഭിമുഖ്യത്തിലേക്ക് മാറ്റിത്തീർക്കുവാൻ അതിന് കഴിയുമായിരുന്നു. ഈ അർത്ഥത്തിൽ തന്നെയാണ് യേശു ഇത് ആഗ്രഹിക്കുക. പക്ഷേ ഇത് പറയുമ്പോൾ വീണ്ടും അവസാനമായി ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ, ഈ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി, ഈ അഭിഷേകം, ഈ ആത്മാഭിഷേകത്തിലേക്ക് നമ്മൾ കടന്നു വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ധ്യാനിക്കേണ്ട ഏറ്റവും ഗൗരവപൂർണമായ ഒരു ചിത്രം ഇത് തന്നെയാണ്. കർത്താവ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 16:7 പറയുന്നു, ഞാൻ പോകുന്നത് നന്ന്, ഞാൻ പോകാതിരുന്നാൽ ആശ്വാസപ്രദൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോകുന്നത് നന്ന്. പ്രിയപ്പെട്ടവരെ, ആ ക്രൂശിന്റെ സഹനസ്നാനം സ്വീകരിക്കുന്നതിലൂടെയാണ് പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഈ ഭൂതലത്തിൽ നമ്മളുടെ ജീവിത പരിസരങ്ങളെ മാറ്റിത്തീർക്കുന്ന ആ അഗ്നി നമ്മളിൽ കത്തിപ്പടരുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വില എന്ന് പറയുന്നത് യേശുവിൻ്റെ പീഡാസഹനങ്ങളുടെ വിലയാണ് എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകണം. യേശുവിൻ്റെ പീഡാസഹനങ്ങളുടെ വിലയാണ് പരിശുദ്ധാത്മാവിൻ്റെ വിലയെന്ന് തിരിച്ചറിയണം. ആ പീഡാസഹനങ്ങളുടെ നിറവിൽ നിന്നുകൊണ്ട് വേണം, ആ സഹന സ്നാനത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് വേണം ഈ ആത്മാഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ആ ക്രൂശുമരണത്തിൻ്റെ സ്മരണകളിൽ നിന്നുകൊണ്ട്, ആ പീഡാസഹനത്തിൻ്റെ നോവുകളിൽ നിന്നുകൊണ്ട് ആത്മാഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, കരങ്ങളൊന്ന് കൂപ്പി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ദൈവമേ, അങ്ങയുടെ തിരുവചനം ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നിരിക്കുന്നു എന്നങ്ങ് വചനത്തിലൂടെ രേഖപ്പെടുത്തുന്നു. ദൈവമേ, പഴയ നിയമങ്ങളിൽ മുഴുവൻ ഞങ്ങൾ കണ്ടു. അങ്ങയുടെ ശിക്ഷാവിധിയെക്കുറിച്ചാണ്, അഗ്നിയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങളെല്ലാം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുക. പക്ഷേ പുതിയ നിയമത്തിൽ ഞങ്ങൾ കണ്ടെത്തുന്നു, അങ്ങ് വർഷിക്കാനിരിക്കുന്ന അഗ്നി പരിശുദ്ധാത്മാവിൻ്റെ ആത്മാഭിഷേകമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അത് ഞങ്ങളുടെ ജീവിത പരിസരങ്ങളെ മാറ്റി തീർക്കുന്നതാണ്, നവീകരിക്കുന്നതാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ശിഷ്യന്മാരുടെ ജീവിതത്തെ ബലപ്പെടുത്തിയതുപോലെ, ശക്തീകരിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുവാൻ, ലോകം മുഴുവൻ സാക്ഷ്യം വഹിക്കുവാൻ അവരെ വിളിച്ച് വേർതിരിച്ചതുപോലെ, അവർക്ക് ബലം കൊടുത്തതുപോലെ, യേശുവേ, ആത്മാഭിഷേകത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെയും നിറയ്ക്കണമേ, ആ അഗ്നി ഞങ്ങളിലും കത്തിപ്പടരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ തന്നെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. ശുദ്ധിമതിയായ മാതാവേ, സകല പരിശുദ്ധന്മാരുമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ